നമസ്കാരം. നമുക്ക് നമ്മുടെ കൈവശമുള്ള പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇടം ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങളാണ്. പരമ്പരാഗതമായി നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ തൊട്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റ്, FD എന്ന് വിളിക്കും. എന്നാൽ 2026 ഏപ്രിൽ മുതൽ FD ഇടുന്നവർക്ക് ഒരു ചെറിയ പണി വരുന്നുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ പണം നിങ്ങൾക്ക് തന്നെ കിട്ടാൻ അതിൻ്റെ 84% അല്ലെങ്കിൽ 99% വരെ നികുതി നൽകേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പേടിക്കേണ്ട, പക്ഷേ നിയമം ഒന്നറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെയാണ് 2026 പുതിയ ബാങ്കിങ് നിയമങ്ങൾ? എങ്ങനെയൊക്കെയാണ് നമുക്ക് ടാക്സ് നോട്ടീസുകൾ ഒഴിവാക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഈ വിഷയം സംബന്ധിച്ച് ആഴമായി പഠിച്ചതിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ ടാക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായോ സംസാരിക്കുന്നതാവും നല്ലത്. വിഷയത്തിലേക്ക് വരാം. നമ്മൾ ബാങ്കിൽ കൊണ്ടിടുന്ന ഓരോ രൂപയും ഇൻകം ടാക്സ് വകുപ്പ് ഇപ്പോൾ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. 2026 ഏപ്രിൽ മുതൽ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന പുതിയ നിയമമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു വർഷം ഒരു ബാങ്കിൽ ആകെ 10 ലക്ഷം രൂപയിൽ കൂടുതൽ പുതിയ FD ഇടുകയാണെങ്കിൽ ആ വിവരം ബാങ്ക് നേരിട്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരിക്കും. ഇതിനെയാണ് SFT റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ഇങ്ങനെ പറയും, ഒരു 10 ലക്ഷം രൂപ ഒരുമിച്ചിട്ടാലല്ലേ പ്രശ്നമുള്ളൂ, അത് കുഴപ്പമില്ല, ഞാൻ 10 ലക്ഷം പലപ്പോഴായിട്ട് ഇട്ടോളാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ 10 ലക്ഷം രൂപ നിങ്ങൾ പല തവണകളായി ഇട്ടാലും ലിമിറ്റ് കഴിഞ്ഞാൽ ബാങ്ക് റിപ്പോർട്ട് ചെയ്യും. ഇത് നിങ്ങളുടെ AIS, അതായത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന റിപ്പോർട്ടിൽ വരും. അതുകൊണ്ട് നിക്ഷേപിക്കുന്ന പണം എവിടെ നിന്ന് വന്നു എന്ന് വ്യക്തമാക്കാൻ ആ പണത്തിന്റെ ഉറവിടം, അതിൻ്റെ രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇക്കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് ടാക്സ് ഓഫീസർ കണ്ടെത്തുകയും ആ പണം എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു അപകടമാണ്. ഇപ്പോഴുള്ള പുതിയ നിയമം അനുസരിച്ച് ഇത്തരം കണ്ടെത്താനാകാത്ത വരുമാനത്തിന് 30% ടാക്സും വലിയ തുക പിഴയും നൽകേണ്ടി വരും. അതുകൊണ്ട് ഭൂമി വിറ്റ പണമോ വിദേശത്ത് നിന്ന് അയച്ച പണമോ ആണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ രേഖകളും കയ്യിൽ കരുതുക. പണമായി ബാങ്കിൽ കൊണ്ട്, അതായത് ക്യാഷ് ആയിട്ട് കൊണ്ട് നിക്ഷേപിക്കുന്നത് പരമാവധി കുറയ്ക്കുക. പകരം ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അത് ചെയ്യുക. അടുത്തത് പലിശയിലെ ടാക്സിനെ കുറിച്ചാണ്. 2026 ഏപ്രിൽ മുതൽ ഇതിനൊരു ലളിതമായ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ടാക്സ് പിടിക്കാതിരിക്കാൻ ഫോം 15G അല്ലെങ്കിൽ 50H ബാങ്കിൽ നൽകുമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ 2 ഫോമുകളും ഇല്ല. പകരം അതിനായിട്ട് വരുന്നത് ഫോം 121 എന്ന ഒറ്റ ഫോമാണ്. നിങ്ങൾ സാധാരണക്കാരായാലും സീനിയർ സിറ്റിസൺ ആയാലും ഈ ഒരൊറ്റ ഫോം നൽകിയാൽ മതി. ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന പലിശ 50,000 രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ, മുതിർന്ന പൗരന്മാർക്ക് ഇത് 1 ലക്ഷം രൂപയാണ് കേട്ടോ, ബാങ്ക് പലിശയിൽ നിന്ന് പണം പിടിക്കും. പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇത് 20% വരെ പിടിച്ചെടുക്കും. അതുകൊണ്ട് ടാക്സ് നൽകേണ്ട വരുമാനം ഇല്ലാത്തവർ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫോം 121 ബാങ്കിൽ നൽകാൻ മറക്കരുത്. നിങ്ങളുടെ പണം എങ്ങനെ സുരക്ഷിതമായി ബാങ്കിൽ നിക്ഷേപിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ എല്ലാ നിക്ഷേപവും ഒരു ബാങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും കേന്ദ്രീകരിക്കരുത്. അതിൻ്റെ പ്രധാന കാരണം, ഒരു ബാങ്ക് തകർന്നു പോയാൽ നിങ്ങൾക്ക് പരമാവധി 5 ലക്ഷം രൂപ വരെ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു തുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പല ബാങ്കുകളിലായി വിഭജിച്ച് നിക്ഷേപിക്കുക. ഓരോ ബാങ്കിലും 5 ലക്ഷം രൂപ വീതം നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും. ഇനി FD ലാഡറിംഗ് എന്താണെന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ കാര്യമാണെന്ന് തോന്നാമെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. ഉള്ള പണം മുഴുവൻ ഒരൊറ്റ 5 വർഷത്തെ FD ആയി ഇടരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പകരം അത് വിഭജിച്ച് ഭാഗിച്ച് 1 വർഷം, 2 വർഷം, 3 വർഷം എന്നിങ്ങനെ വ്യത്യസ്ത കാലാവധിയിൽ ഇടുക. ഇതിലൂടെ എല്ലാ വർഷവും ഓരോ നിക്ഷേപവും കാലാവധി എത്തും. പലിശ നിരക്ക് കൂടുമ്പോൾ ആ ഗുണം ലഭിക്കാനും അത്യാവശ്യം വന്നാൽ പണം പെട്ടെന്നൊന്ന് പിൻവലിക്കാനും ഈ ഒരു ക്രമീകരണം നിങ്ങളെ സഹായിക്കും. ബാങ്ക് നിക്ഷേപം എപ്പോഴും സുരക്ഷിതമാണ്, പക്ഷേ പുതുക്കിയ നിയമങ്ങൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ FD ഉണ്ടെങ്കിൽ വരുമാന രേഖകൾ നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഫോം 121 കൃത്യസമയത്ത് ബാങ്കിൽ നൽകുക. പല ബാങ്കുകളിലായി നിങ്ങളുടെ നിക്ഷേപത്തെ വിഭജിച്ച് നിക്ഷേപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച മാർക്കറ്റ് വൂൾഫ് എന്ന ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പ്രവേശിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.